ഇപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം 5ാം ക്ലാസ്സിൽ പണ്ട് കേരളക്കരയിൽ എന്ന് പറയുന്നൊരു പാഠമുണ്ടായിരുന്നു. അതിപ്പോൾ നാടറിയാം എന്നൊരു പാഠമായി മാറിയിട്ടുണ്ട്. അതിലെ വസ്തുതകൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രഘുനന്ദൻ MV വിൻഡോജുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിക്കാം. ഏതെല്ലാമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്? ഒന്ന് നമുക്കറിയാം, മലനാട്, ഇടനാട്, തീരപ്രദേശം. അങ്ങനെ നമുക്ക് 3ആയിട്ടാണ് തരംതിരിക്കാൻ പറ്റുക. ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഇന്ത്യനെ എത്രയായി തരംതിരിക്കാം? ഇന്ത്യനെ 5ആയി തരംതിരിക്കാം, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ ഒന്നാമത്തേത് ഉത്തര മഹാപർവ്വതം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഏതാണ്? അതിന് താഴെ ഉത്തര മഹാസമതലം. പിന്നെ മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി. നാലാമത്തേത് തീരപ്രദേശം. അഞ്ചാമത്തേത് ഏതാണ്? അഞ്ചാമത്തേത് വരുന്നത് ദ്വീപുകൾ. ഇങ്ങനെ 5 ഭൂവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ പൊതുവായി നമ്മൾ നോക്കുമ്പോൾ കിട്ടുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. കേരളമാകുമ്പോൾ ഒന്ന് മലനാട്, ഒന്ന് ഇടനാട്, ഒന്ന് തീരപ്രദേശം. അങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. ഏതാണ് മലനാട്, ഏതാണ് ഇടനാട്, ഏതാണ് തീരപ്രദേശം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചിത്രം കണ്ടു നോക്കാം. ചിത്രം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അല്ലേ? കേരളത്തിൻ്റെ ഭൂപടമാണ് ഈ കാണിക്കുന്നത്. ആ കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെ പച്ച നിറത്തിൽ കാണുന്നത്, ഏത് നിറത്തിൽ കാണുന്ന? ആ പച്ച നിറത്തിൽ കാണുന്ന പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിനടുത്താണ് തമിഴ്നാടും വരുന്നത്, കേരളവും കർണാടകവും വരുന്നത്. തമിഴ്നാടും കർണാടകവുമാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ. നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പം ഈ മലനാട് എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശമാണ്. എന്താണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്താണ്? അതിനെ പ്രധാനമായി പറയുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഉയർന്ന മലനിരകൾ, പടിഞ്ഞാറ് ഭാഗത്തോ തീരപ്രദേശം. ഇതാണ് കേരളം എന്ന് പറയുന്നത്. അതായത് മാപ്പിൽ നമുക്കറിയാം ഈ ഭാഗമാണ് കിഴക്ക് എന്ന് പറയുന്നത്. ആ കിഴക്ക് ഭാഗത്ത് ഉയർന്ന ഭൂപ്രദേശമാണ്. നമ്മുടെ ആനമുടിയൊക്കെ പോലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി, പശ്ചിമഘട്ടമൊക്കെ ഈ കിഴക്ക് പ്രദേശത്താണ്. അത് കേരളത്തിൻ്റെ കർണാടക, തമിഴ്നാട് അതിർത്തിയിലായിട്ട്. അപ്പം അവിടെ നിന്ന് ഉയർന്ന് ഒരു ചെരിവാണ്. എവിടേക്കുള്ള ചെരിവാണ്? താഴത്തേക്ക് ചെരിഞ്ഞു വരികയാണ്. എവിടേക്ക് പോകുമ്പോൾ? പടിഞ്ഞാറോട്ട് പോകുമ്പോൾ. ഇത് മാറിപ്പോണ്ട. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുക, എവിടെ? കിഴക്ക് ഉയർന്ന മലനിരകൾ, പടിഞ്ഞാറ് തീരപ്രദേശം. അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കിടക്കുന്നു. പടിഞ്ഞാറ് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്നു, ചെരിഞ്ഞു കിടക്കുന്നു. ആ ഒരു മനസ്സിൽ ധാരണ വേണം. പക്ഷെ അങ്ങനെ ചെരിഞ്ഞു കിടക്കാൻ അങ്ങനെ സമതലമായി ചെരിഞ്ഞു കിടക്കുകയല്ല. അങ്ങനെ അതെന്താണ്? നിമ്നോന്നത പ്രദേശമാണ്. കുന്നുകളും മലകളുമായിട്ട് ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞു കിടക്കുന്നതാണ്. ഈ ഭൂപ്രദേശമാണ് കേരളത്തിൻ്റെത്. ക്ലിയർ ആയല്ലോ? ഇപ്പം മാപ്പിൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ പച്ച ഭാഗം ഉയർന്നു നിൽക്കുന്നതാണ്. ഈ നീല നിറത്തിലുള്ള ഭാഗം എന്ന് പറയുന്നത്, നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. ഇതാണ് മലനാട് എന്ന് പറയുന്ന ഉയർന്ന ഭൂപ്രദേശം. തമിഴ്നാട്, കർണാടകം സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ. അതിനിടയിലായി കാണുന്നില്ലേ, ഇതിനെയാണ് ഇടനാട് എന്ന് പറയുന്നത്. ആ ചുവപ്പായിട്ട് കാണുന്നതാണ് ഇടനാട്. ഇതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ആ മാപ്പിൽ നിന്ന് മനസ്സിൽ വെച്ചല്ലോ. മാപ്പിൽ നോക്കി നിങ്ങളുടെ മനസ്സിലേക്ക് കയറിയല്ലോ. അങ്ങനെ വരുമ്പോൾ
നമുക്ക് കിഴക്ക് ഉയർന്ന മലനിരകളും പടിഞ്ഞാറ് തീരപ്രദേശവും അങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. ഇനി മലനാടിൻ്റെ സവിശേഷതകൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തെല്ലാം പറയുന്നു? മലനാടിൻ്റെ ഉയരം പറയുന്നുണ്ട്. മലനാട് 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മലനാടിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 90 മീറ്ററാണ്. 75 മീറ്ററിന് മുകളിലാണ് മലനാട്. കുന്നുകളും മലകളും പർവ്വതവും ഉൾപ്പെട്ട ഭൂപ്രകൃതി വിഭാഗമാണ്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട് ഇവിടെ. പൊതുവെ ഹരിതാപമാണ്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 41 നദികളും പടിഞ്ഞാറ് അറബിക്കടൽ, ഈ മലനാടുകളിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് ഒഴുകി പോവുകയാണ്, അല്ലെങ്കിൽ അറബിക്കടലിന് സമീപത്തേക്ക് ഒഴുകി പോകുന്നു. എല്ലാ അറബിക്കടലിൽ പതിക്കുന്നില്ല. 41 നദികളും. പക്ഷേ 3 നദികൾ മാത്രം, അപ്പം 44 നദികളും പടിഞ്ഞാറോട്ട് ആണ് പോകുന്നത്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. സംശയമില്ലല്ലോ, കിഴക്ക് നിന്ന് ചെരിവാണ് കേരളത്തിൽ. എവിടേക്ക്? പടിഞ്ഞാറോട്ട്. അപ്പം നദികൾ അധികം ഒഴുകുക കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണ്. എന്നാൽ ചില നദികൾ കിഴക്കോട്ട് ഒഴുകുന്നുണ്ട്. ആ 3 നദികൾ ഏതെല്ലാമാണ്? പണ്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായി വന്നിരുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പ. ഇത് 3ഉം കാവേരിയുടെ കൈവഴികളാണ്. കാവേരി എന്നുള്ള നദിയുടെ കൈവഴികളാണ്. അപ്പൊ കേരളത്തിൽ 44 നദികൾ. അതിൽ 44 നദികളും മലനാടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 41 നദികൾ പടിഞ്ഞാറോട്ട് തന്നെ ഒഴുകുന്നു. 3 നദികൾ എവിടേക്ക് ഒഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പ. പണ്ടാണ് വെച്ചാൽ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചിരുന്നു. ഇപ്പം അങ്ങനെ കണ്ടുവരാറില്ല. അത് വിചാരിച്ചിട്ട് വരില്ല എന്ന് വിചാരിക്കേണ്ട. പണ്ടത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പം മലനാട് എന്താണെന്ന് മനസ്സിലായി. 75 മീറ്ററിലധികം ഉയരമുണ്ട് മലനാടിന്. അതുപോലെ തന്നെ കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശമാണ്. ധാരാളം മഴ കിട്ടുന്നുണ്ട്. ഹരിതാപമാണ്. 44 നദികളും ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. ഈ മലനാടിനും നേരത്തെ കണ്ട തീരപ്രദേശത്തിനും ഇടയിലുള്ളതാണ് ഇടനാട്. മലനാട് ഇങ്ങനെ കടക്കുന്നു, ഇടനാട് ഇങ്ങനെ കടക്കുന്നു, അതിനിടയിൽ ഇടനാട് ഇങ്ങനെ കടക്കും. അല്ല, മലനാട് ഇവിടെ, തീരപ്രദേശം ഇവിടെ, അതിനിടയിൽ ഇടനാട്. ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. ഇടനാടിൻ്റെ ഉയരം എത്രയാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ്. അവിടെയുണ്ട് വല്ലയിടത്ത് വലിയ മലകളാണെങ്കിൽ ഇവിടെ ചെറിയ കുന്നുകളുണ്ട്, താഴ്വരകളുണ്ട്, നദീതടങ്ങളുണ്ട്. ഇതാണ് ഇടനാടിൻ്റെ പ്രത്യേകത. ചെറിയ കുന്നുകൾ, താഴ്വരകൾ, അതുപോലെ തന്നെ നദീതടങ്ങൾ. മറ്റൊരു പ്രദേശമാണ് തീരപ്രദേശം. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 7.5 മീറ്റർ ഉയരത്തിലാണ്. 7.5 മീറ്റർ വരെ ഉയരം. അതിൽ തീരത്തോട് ലക്ഷദ്വീപ് കടലിനോട് അല്ലെങ്കിൽ ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. ലക്ഷദ്വീപിനോട് അടുത്തുള്ള പ്രദേശത്തെയാണ് നമ്മൾ ലക്ഷദ്വീപ് കടൽ എന്ന് പറയുന്നത്. ഈ ലക്ഷദ്വീപ് കടലിനോട് ചേർന്നുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം. അപ്പൊ നമുക്ക് മനസ്സിലായി, മലനാട് എന്ന് പറഞ്ഞാൽ ഉയരം 75 മീറ്ററിന് മുകളിൽ, ഇടനാട് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ, തീരപ്രദേശം 7.5 മീറ്ററിന് താഴെ. ഇതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പുതിയ പാഠം നാടറിയാം എന്നുള്ള പാഠത്തിൽ വരുന്ന ഭാഗം. ഓക്കെ, പ്രധാനമായി. അപ്പൊ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. കേരളത്തിൽ മരുഭൂമികളില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രദേശമല്ലാത്ത വരുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അവിടെ മരുപ്രദേശമാണ്. അപ്പൊ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിക്കാം എന്ന് പറഞ്ഞു. ഇനി PSC അധികം കണ്ടുവരാ കേരളത്തിലെ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് PSC ചോദിക്കാറുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിന്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം നമുക്ക് പറയാം. തീരപ്രദേശം 7.5 മീറ്റർ വരെ. സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. തീരപ്രദേശം എന്ന് പറയുന്നത് എത്ര വരെ? 7.5 മീറ്റർ വരെ. ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഇടനാട് എന്ന് പറയുന്നത് 7.5 മീറ്ററിനും എത്ര മീറ്ററിനും ഇടയിൽ? ഒരു മിനിറ്റ്, ഒന്ന് റെഡി ആവട്ടെ കേട്ടോ.
മൂപ്പര് താഴുന്നില്ല. ഇടനാട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ആദ്യം നമ്മൾ തീരപ്രദേശം എടുക്കുകയാണെന്ന് വെച്ചാൽ ആ തീരപ്രദേശം 7.5 മീറ്ററിന് താഴെയാണ് വരുള്ളൂ. മലനാട് എന്ന് പറഞ്ഞാൽ ആ 7.5 മീറ്ററിന് പകരം 75 മീറ്റർ എന്ന് ചിന്തിച്ചാൽ മതി, 75 മീറ്ററിന് മുകളിൽ. അപ്പം ഇടനാട് എന്ന പ്രദേശം ഈ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ. ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. ഇത് സാധാരണ വരാറുണ്ട്, ചോദിക്കാറുണ്ട്, അതൊക്കെ ഓക്കെ തന്നെ. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കയറി വരാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം. അത് നിങ്ങൾക്കറിയാം, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് തീരപ്രദേശത്തോട് കടന്നുള്ളത് തീരപ്രദേശം തന്നെയാണ്. ഇനി തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം. ഇനി ഇത് പഠിച്ചു വെക്കാൻ കോഡൊന്നും വേണ്ട, നിങ്ങൾ ആ മാപ്പ് മനസ്സിലേക്ക് കയറ്റുക. കണ്ടുവോ, ഇതാണ്, ഈ ഭാഗത്താണ്, കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉയർന്ന പ്രദേശങ്ങൾ വരുന്നത്. ആ കിഴക്ക് ഭാഗത്ത് നമ്മുടെ 2 അതിർത്തികൾ ഏതാ? തമിഴ്നാടും കർണാടകവുമാണ്. അപ്പൊ തമിഴ്നാട് കർണാടകവുമായി ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ കിടക്കുന്നത് ഏതാണ്? അത് ഇടനാടാണ്. ലക്ഷദ്വീപ് കടൽ അല്ലെങ്കിൽ തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? തീരപ്രദേശമാണ്. അല്ലെങ്കിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് തീരപ്രദേശമാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കാണാപ്പാടും കോഡൊന്നും വേണ്ട, നമ്മുടെ കയ്യിലേക്ക് അത് കിട്ടി അല്ലേ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം നമുക്കറിയാം മലനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. 48% കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ മലനാട്. അതുകൂടി ഓർത്തു വെക്കണം. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം 3 ഭൂപ്രകൃതിയിൽ മലനാട് 48%. ഇടനാട് 42%. തീരപ്രദേശം 10%. 3 കൂടി കൂട്ടിയാൽ 100%. അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് മലനാടാണ്, 48%. എന്നാൽ ഏറ്റവും കുറവ് തീരപ്രദേശമാണ്, 10%. അതിന് നടുവിലാണ് 42% എന്ന് പറയുന്നത് ഇടനാട്. ക്ലിയർ ആണല്ലോ, ആ ഭാഗവും ക്ലിയർ ആണല്ലോ. ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന ഭൂവിഭാഗം മലനാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇതാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത്, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, കേരളം തൊട്ട് ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന ഉയർന്ന മലനിരയാണ്. ഏതിനോട് സമാന്തരമായി? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോട് സമാന്തരമായി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം എന്ന് പറഞ്ഞാൽ അറബിക്കടലിന്റെ ആ ഭാഗത്ത് വരുന്ന തീരമാണ്. അറബിക്കടലിനോട് ചേർന്ന്, അറബിക്കടലിന് സമാന്തരമായി, തീരപ്രദേശത്തിന് സമാന്തരമായി നമുക്ക് വലിയ മലനിരകളുണ്ട്. ആ മലനിരകളാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ആ പശ്ചിമഘട്ടത്തിൽ ആണ് മലനാട് വരുന്നത്. ആ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മലനാട് വരുന്നത്. ആ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമാന്തരമായി, അതായത് കേരളത്തിൽ വരുന്നു, കർണാടകയിൽ വരുന്നു, ഇവിടത്തിരി പോകുന്ന ഗോവയുണ്ട്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വരുന്നു, അങ്ങനെ ഗുജറാത്തിന്റെ കുറച്ച് ഭാഗത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെയാണല്ലോ. ഇനി അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള ഭാഗമാണ്, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന ഭാഗമാണ്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് അതിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ്. എന്തെല്ലാമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? നല്ല തണുപ്പുള്ള പ്രദേശമായതുകൊണ്ട് തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കൃഷി ചെയ്യും. സുഗന്ധവ്യഞ്ജനങ്ങൾ അധികവും. നോക്കൂ, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങളല്ലേ. തേയിലയും കാപ്പിയും രാവിലെയും വൈകുന്നേരവും ചായ ഉണ്ടാക്കി കുടിക്കുന്ന സാധനമല്ലേ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, പോരെ. ഇതാണ് അവിടെ ഉണ്ടാവുന്നത്. ഇടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. ഇടനാട് 42% വരും. മലനാടിനും തീരപ്രദേശത്തിനുമിടയിൽ നെല്ലുണ്ട്, ചേനുണ്ട്, ചേമ്പുണ്ട്, കാപ്പി, തെങ്ങ്, നെല്ല് എന്നിവ കൃഷി, റബ്ബർ, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, ഇതൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതായത്
വിളവൈവിധ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇടനാട് എന്ന് എഴുതാം. വിളവൈവിധ്യങ്ങളുള്ള ഏറ്റവും കൂടുതലുള്ള പ്രദേശം. ഇനി തീരപ്രദേശമാണ്. തീരപ്രദേശത്ത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് വിളവൈവിധ്യം കാണുന്നത്. ഇങ്ങനെ ഇടനാടിൽ വിളവൈവിധ്യം കാണാനുള്ള കാരണം എന്താണ്? അവിടെ നദികൾ വന്ന നദീതടങ്ങളുണ്ട്, അവിടെ എക്കൽ മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട് ഇടനാടിൽ. അങ്ങനെ ഇടനാടിൽ വിവിധ തരം മണ്ണുകളും നല്ല മഴയും ഫലഭൂയിഷ്ടമായ മണ്ണും ലഭിക്കുന്നത് കൊണ്ടാണ് ഇടനാടിൽ വിളവൈവിധ്യം ഇത്രയധികം കാണപ്പെടുന്നത്. ഇനി തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10%. കേരളത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നു. തെങ്ങ്, നെല്ല് എന്നിവ കൃഷി ചെയ്യുന്നു. എന്താ കാരണം? നെല്ലിന് അവിടെ നല്ല എക്കൽ മണ്ണുണ്ട്. തീരപ്രദേശത്തുകൊണ്ട് നല്ല എക്കൽ മണ്ണ് നദികൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയോ തെങ്ങിന് ഉപ്പ് രസമുള്ള മണലുണ്ട്. അവിടെ ഉപ്പ് നല്ല കാര്യമാണ് തെങ്ങിന്. ഇത് രണ്ടുകൊണ്ടാണ് അവിടെ തെങ്ങും നെല്ലും കൃഷി ചെയ്യുന്നത്. അപ്പൊ വളക്കൂറും മണ്ണും ധാരാളമായി, SCERT ടെക്സ്റ്റ് ബുക്ക് പറയുന്നു, വളക്കൂറും മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂമി പ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, കാപ്പി, കുരുമുളക്, ഏലം, ഇഞ്ചി എന്നിവയ്ക്ക് അനുകൂല സാഹചര്യമൊരുക്കും. എന്നാൽ ഭൂപ്രകൃതിയും ഇടനാട്ടിലെ വൈവിധ്യത്തിന് മണ്ണിന്റെ സവിശേഷതകളാണ്. അവിടെ മരച്ചീനുണ്ട്, ചേമ്പുണ്ട്, ചേനുണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, അല്ലേ? വാഴക്കൃഷിയുണ്ട്, റബ്ബർ കൃഷിയൊക്കെ വ്യാപകമാണ്, കവുങ്ങൊക്കെ വ്യാപകമാണ്. എന്നാൽ തീരപ്രദേശത്ത് എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഭൂപ്രദേശം അപ്പോൾ ഏതായിരിക്കും? മലനാട് ഉൾപ്പെടാത്ത ഏക ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. മലനാട് ഉൾപ്പെടാത്ത ഏക ജില്ല ചോദിച്ചാൽ ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ നദികളുടെ ഉത്ഭവ പ്രദേശം അത് ആലപ്പുഴയാണ്. ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 900 മീറ്റർ ആണ് അവിടുത്തെ മലനാടിന്റെ ഉയരം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടിയാണ്. ആനമുടിയെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ആനമുടി 2695 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം, അവിടുത്തെ ചുരങ്ങളെ കുറിച്ചൊക്കെ അപ്പം പറയാം. 2695 മീറ്റർ. ഇന്നലെ നമ്മൾ കേരളത്തിന്റെ എന്ത് പഠിച്ചിട്ടുണ്ട്? ഭൂവിസ്തൃതി പഠിച്ചിട്ടുണ്ടല്ലേ? ആ ഭൂവിസ്തൃതിയിൽ ആനയുടെ ചെവിയായിട്ടുള്ള 2, 3, സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ട ചങ്ങല 8, പിന്നെ ആനയുടെ തുമ്പിക്കൈ 6. അപ്പോൾ 3, 8, 8, 6, 3 38,863 ആണെന്ന് പഠിച്ചു. ഇതുപോലെ ഇവിടെയും നിങ്ങൾ പഠിക്കുക 2695 മീറ്റർ ആണ്. എങ്ങനെ ഓർത്തു വയ്ക്കാം? 2695. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2നെ നമ്മൾ താറാവായിട്ടാണ് സങ്കല്പിക്കാറ്. 6 ആനയാണ്. 9 ബലൂണാണ്. 5 എന്താണ്? കുളത്താണ്. അപ്പൊ നിങ്ങളൊരു ടൂറിന് പോവുകയാണ്. എവിടേക്കാ പോകുന്നത്? മുന്നാറിലേക്ക്. മുന്നാറിൽ ദേവികുളം താലൂക്കിലാണ് നിങ്ങൾക്കറിയാം ആര് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മുന്നാറിലേക്ക് ഒരു ടൂർ പോയപ്പോൾ നിങ്ങൾ ആനമുടി കാണാൻ പോയി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമലയിലാട്ടാ. ആനമുടിയാണ് ഏറ്റവും ഉയരമുള്ള സ്ഥലം. ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഏലമല ഉണ്ട്, ഒരു ഭാഗത്തായിട്ട് പളനിമല ഉണ്ട്. യഥാർത്ഥത്തിൽ ആനമലയും ഏലമലയും പളനിമലയും കൂടി യോജിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ആനമുടി എന്ന് പറയുന്നത്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുമാണ് ആനമുടി. ആനമുടിയിൽ വന്നിട്ട് ചേരുന്ന 3 ആൾ ആരൊക്കെയാണ്? ഒന്ന് പളനിമല. പളനി എന്ന് കേട്ടിട്ടില്ലേ? ഈ പളനിമലയുടെ ഭാഗമായിട്ടാണ് ഏതൊക്കെ വരുന്നത്? നമ്മുടെ കൊടൈക്കനാലൊക്കെ വരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് പളനിമല കിടക്കുന്നത്. അതുപോലെ തന്നെ ഏലൈമല, പിന്നെ നമ്മുടെ ഇവിടെയുള്ള ആനമല. ഈ ആനമലയിലെയും ഏലമലയും പളനിമലയും കൂടി യോജിക്കുന്ന സ്ഥലമാണ് ആനമുടി, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി.
മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി, ഇന്ത്യൻ ഉപദ്വീപീയ ദ്വീപിലെ ഏറ്റവും വലിയ കൊടുമുടി. അപ്പൊ മുന്നാറിലേക്ക് നമ്മൾ ഒരു ടൂർ പോയി ആനമുടി കാണാൻ പോവാണ്. അപ്പൊ രാവിലെ നിങ്ങൾക്ക് എന്തായിരുന്നു ഭക്ഷണം? അവർ പറഞ്ഞു രാവിലെ നിങ്ങൾ അവിടത്തെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് താറാവിന്റെ കറി ഉണ്ട്. അടിപൊളി താറാവിന്റെ കറി ഉണ്ട്. അതാണ് 2. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനപ്പുറത്തേറി, ആനയുടെ നടക്കും തുമ്പിയൊക്കെ ഉള്ള ഒരു ആനയാണ്, അത് നിങ്ങളെ ആ തുമ്പിക്കൈ കൊണ്ട് രക്ഷിക്കും. തുമ്പിക്കൈയുള്ള ആനയുടെ പുറത്തേറി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആനേനെ എങ്ങനെ കാണുക? തുമ്പിക്കൈ അങ്ങനെ പൊന്തിച്ച് ആ തുമ്പിക്കൈയിന്റെ മുകളിൽ ഇരുന്നിട്ട് ആ യാത്ര. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്റ്റോറികൾ ഉണ്ടാക്കുമ്പോൾ അതിശയോക്തിയുള്ള സ്റ്റോറി ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ താറാവിന്റെ കറി, ആ താറാവിന്റെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്ലേറ്റിലാ, ഇതുവരെ കാണാത്ത വലിയൊരു വെളുത്ത പ്ലേറ്റിൽ താറാവ് ഇങ്ങനെ കിടക്കുകയാണ്. 2 താറാവ്. ആ താറാവിന്റെ ആകൃതിയിലാണ് അത് അവിടെ കൊണ്ടേ വെച്ചിട്ടുള്ളത്. താറാവിന്റെ ആകൃതിയിലാണ് ആ ഭക്ഷണം അവിടെ കൊണ്ടേ വെച്ചിട്ടുള്ളത് കേട്ടോ. ആ ഭക്ഷണം അങ്ങനെയാണ് കൊണ്ടേ വെച്ചിട്ടുള്ളത്, താറാവിന്റെ ആകൃതി കണ്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ താറാവുണ്ട്. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞാൽ ആനയുടെ തുമ്പിക്കൈയിലേറിയിട്ട് നിങ്ങൾക്ക് എവിടെ പോവാം? ഒരു സഫാരി. ആ സഫാരി പോകുമ്പോൾ നിങ്ങളോട് പർച്ചേസ് ചെയ്യാൻ, നിങ്ങൾക്ക് ആ പർച്ചേസ് ചെയ്യാൻ അവിടെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ബലൂണുകൾ കിട്ടും നിങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു റോപ്പ് വേയിലൂടെ പോകാം. ആ റോപ്പ് വേയിൽ നിങ്ങളെങ്ങനെ കൊളത്തിട്ടിട്ട്, നിങ്ങളുടെ ഈ ഇതുണ്ടല്ലോ കോളറ, ആ കോളറേന്റെ അവിടെ കൊളത്തിട്ടിട്ടാണ് യാത്ര. പക്ഷെ രസകരമായ യാത്രയാണ്, ഒരു സാഹസിക യാത്ര. അപ്പോ 2695 മുന്നാറിലെ ടൂറുമായി. ആനമുടിയുടെ ഉയരം നമുക്ക് കിട്ടി 2695 മീറ്റർ. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാട് നമ്മൾ പഠിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം അതും ഇടനാടാണ്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലനാടിനും തീരപ്രദേശത്തിനും മധ്യേയാണ്. കേരളത്തിന്റെ ആകെ എത്ര വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 42%. ചെറിയ കുന്നുകളുണ്ട്, താഴ്വരകളുണ്ട്, നദീതടങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രത്യേകതയുള്ള ഭൂപ്രകൃതിയാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് അതിന്റെ ഉയരം. ഇടനാടിന്റെ കിഴക്കേ അതിര് മലിനാടും പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ഇടനാടിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാടിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്, മറക്കണ്ട. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഇടനാടാണ്, 42%. അതേസമയം മലനാട് 48%, തീരപ്രദേശം 10%. ഇപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത് അധികമായും ഇടനാടിലാണ്. ഇടനാട്ടില് ധാരാളമായി മഴ ലഭിക്കുന്നത് കൊണ്ടും കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണും നദീതടങ്ങളിലെ എക്കൽ മണ്ണൊക്കെ ചേർന്നിട്ടാണ് ഇടനാടിലെ വിളവൈവിധ്യത്തിന്റെ കാരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ലാറ്ററൈറ്റ് മണ്ണാണ്, 65%. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണെന്ന് മാത്രം ഇവിടെയാണ്. വടക്കൻ കേരളത്തിൽ ഈ നാടുകളിൽ വളരെ പ്രധാനമായിട്ട് കാണുന്നുണ്ട് ലാറ്ററൈറ്റ് കുന്നുകൾ, ചെങ്കൽ കുന്നുകൾ. ഈ മലബാർ പ്രദേശത്ത് ധാരാളം ചെങ്കൽ കുന്നുകളുണ്ട്. കണ്ണൂരൊക്കെ പോയാൽ വളരെ കൂടും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം വർക്കല ക്ലിഫാണ്. അപ്പൊ കേരളത്തിൽ 2 ജിയോളജിക്കൽ സ്മാരകമുണ്ട്. ഒന്ന് അങ്ങാടിപ്പുറത്തെ ലാറ്ററൈറ്റ് കുന്നും മറ്റൊന്ന് വർക്കല ക്ലിഫും. രണ്ടാമത്തേതാണ് വർക്കല ക്ലിഫ്. ഇനി തീരപ്രദേശത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല അത് കണ്ണൂരാണ്. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത്. കേരളത്തിൽ എത്ര ജില്ലകൾക്കാ തീരപ്രദേശമുള്ളത്? ഇന്നലെ പഠിച്ചു, 9 എണ്ണത്തിന്. തീരപ്രദേശം ഇല്ലാത്തത് ഏതെണ്ണത്തിനാ? 5 എണ്ണത്തിന്. ഏതെല്ലാമാണ് തീരപ്രദേശം ഇല്ലാത്ത 5 ജില്ലകൾ? ഓക്കെ, അതുപോലെ തന്നെ കണ്ടൽ കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? കണ്ണൂരാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ മാപ്പ് മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ ഇന്നലെ കടൽ തീരമുള്ള ജില്ലകൾ നോക്കി, അത് 9 എണ്ണാണ്. കടൽ തീരമില്ലാത്ത ജില്ല ഒന്ന് വയനാടാണ്. കാരണം ഈ ഭാഗത്തല്ലേ കടൽ കിടക്കുന്നത്. വയനാട്.
പിന്നെ പാലക്കാടാണ്. ഓക്കെ, പിന്നെ ഏതാ? ഇടുക്കിയാണ്. പിന്നെ കോട്ടയം, പത്തനംതിട്ട. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. ഇടുക്കിയുണ്ട്, വയനാടുണ്ട്, പാലക്കാടുണ്ട്, ഇടുക്കിയുണ്ട്, കോട്ടയമുണ്ട്, പത്തനംതിട്ടയുണ്ട്. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊക്കെയുണ്ട്? ഇടുക്കി. അപ്പൊ നിങ്ങൾ ഇടുങ്ങിയ സ്ഥലമാണ് കേരളം. തീരപ്രദേശം ഒഴിവാക്കി നിങ്ങളൊരു ഇടുങ്ങിയ സ്ഥലത്ത് 10 കോട്ടകൾ കെട്ടുകയാണ്. ആ 10 കോട്ടകൾ കെട്ടുന്നത് വയനാട്ടിൽ നിന്ന് പാല കൊണ്ടാണ്. വയനാട്ടിൽ നിന്ന് വരുത്തിയ പാല കൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഇടുങ്ങിയ സ്ഥലത്ത് 10 കോട്ടകൾ കെട്ടി. ഇതിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് ഫെമിലിയറായ മറ്റൊരു കോഡുണ്ട്. ഈ ഇടുക്കി, അതുപോലെ തന്നെ പാലക്കാട്, പത്തനംതിട്ട, PP ഈ ഇടുക്കിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കോട്ടയം. അപ്പോ പിന്നെ വയനാട്. അപ്പോ ഈ വലിയ PP കൊട്ടാം. ഈ വലിയ PP കൊട്ടാം. ഈ വലിയ PP വിളിക്കുകയും ചെയ്യാം, ഈ വലിയ PP കുത്തുകയും ചെയ്യാം. അതിനാലോചിച്ചാൽ മതി. ഈ വലിയ PP കൊട്ട. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ഇടുക്കി, വി എന്ന് പറഞ്ഞാൽ വയനാട്, P പത്തനംതിട്ട, അതുപോലെ തന്നെ ഏതാണ്? പാലക്കാട്, പിന്നെ കോ എന്ന് പറഞ്ഞാൽ കോട്ടയം, കൊട്ടാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കാം. അത് നമുക്കവിടെ ഓർത്തിരിക്കാൻ പറ്റാവുന്ന ഒരു കോഡാണ്. കണ്ടൽക്കാടും അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാട്ടോ. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം. കായൽ ടൂറിസത്തിന് പേര് കേട്ട ജില്ല ബാക്ക് വാട്ടറിന് ആലപ്പുഴയല്ലേ. സ്ഫടിക മണൽ, പഞ്ചാര മണൽ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ആലപ്പുഴയാണ്. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശമാണ്. ഏറ്റവും കൂടുതൽ വീതിയിൽ കാണപ്പെടുന്നത് തീരസമതലം കേരളത്തിന്റെ മധ്യഭാഗത്താണ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആണവധാതു തോറിയമാണ്. ഓർത്തുവയ്ക്കുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ശരിയാണ്. ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. തെറ്റാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ളത് മലപ്പുറത്താണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന പ്രദേശമാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂരാണ്. ഇത് മുഴുവൻ ശരിയാണ്. ഇവിടെ തെറ്റ് 2 മാത്രമാണ്. അതാണ് അവിടുത്തെ ഉത്തരം വരുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള എല്ലാ ദിവസവും ഓൺലൈൻ എക്സാമുകളുണ്ട്. അതൊക്കെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.